ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും പെരുന്നാളും നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഈദ് വ്ലോഗ് വരാൻ കുറച്ച് ലേറ്റായിട്ടോ. അപ്പം ഞാൻ ഇതിൽ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ പരിപാടികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പെരുന്നാളിൻ്റെ ഓരോ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുവെക്കുക. ഇതിൽ റെസിപ്പീസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരുടെയും പെരുന്നാൾ വിശേഷങ്ങളും താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കിയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു പെരുന്നാളെന്ന് പറഞ്ഞാൽ സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം എനിക്കൊരു മിക്സ്ഡ് ഇമോഷനാണ്. കാരണം നമ്മൾ പെരുന്നാളും വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്രതീക്ഷിതമായിട്ടുള്ള കുടുംബത്തിലുള്ള ഒരു മരണവും അതുപോലെ തന്നെ നമുക്ക് ഒരു ജനനവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്നൊന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല കേട്ടോ. അപ്പോൾ ഏതായാലും വീഡിയോസ് എടുത്തതല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങളെ ഈദ് വിശേഷങ്ങളൊക്കെ ഇതിന് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷനും ബെല്ലൈക്കണൊന്നും പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. എങ്കിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാ പെരുന്നാൾ തലേന്ന് നമ്മൾ കുറച്ച് ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ നമ്മൾ ഈ നോമ്പിന് മുന്നേ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല. എന്നാലും ഇതുപോലുള്ള ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈത്തോട്ടിട്ട് അങ്ങനെ മോശമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശം. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ നോമ്പിനും ഇതുപോലെ തന്നെയാണ്. ആ ഒരു 29ാമത്തെ നോമ്പാകുമ്പോൾ പിന്നെ നമ്മൾ പെരുന്നാളാവുകയില്ല എന്നുള്ള ഡൗട്ടിലാണല്ലോ. അപ്പോൾ ആ ഒരു ദിവസം ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിടും. അതുപോലെ അടിക്കലും തുടയ്ക്കലൊക്കെ അന്ന് തന്നെ തീർത്ത് വെക്കും കേട്ടോ. പിറ്റേന്ന് അഥവാ പെരുന്നാളാവുകയാണെന്നുണ്ടെങ്കിൽ പെരുന്നാളിന് രാവിലെ നമുക്ക് എല്ലാത്തിനും കൂടി ടൈം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറ്റുന്നത് നേരത്തെ ചെയ്തു വെക്കും. അങ്ങനെ അന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേശിനി റേക്കൻ്റെയൊക്കെ ഒന്ന് ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പോവൽ ഒരു ജെൻസിൻ്റെ സലൂണിലാണ്. അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്താൽ എപ്പോഴും നല്ല നീറ്റായിട്ട് കിട്ടലുണ്ട്. പക്ഷേ ഇന്ന് അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പെരുന്നാൾ ഉറപ്പിച്ച പോലെ ആയതുകൊണ്ട് തന്നെ തിരക്ക് മാറില്ല എന്ന് തോന്നിയപ്പം പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ് നമ്മൾ പോയത്. സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ആ ഒരു ഹെയർ കട്ട് ചെയ്തത് അത് ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് ആ ഹെയർ കട്ട് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അവർ എടുക്കുന്ന സർവീസും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കുറച്ച് കാര്യങ്ങൾ ഏകദേശം വൈകുന്നേരം ഒരു 4:30-5 മണി ആ ഒരു സമയത്തോടെ എടുത്തപ്പോഴാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതാ നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിലുള്ളതാണ്. അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചീത്താവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു ചീത്താവുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ലാസ്റ്റത്തെ നോമ്പായതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കാരണം നോമ്പ് കഴിഞ്ഞ് പെരുന്നാളായാലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ ആയിട്ട് ഇതൊക്കെ ചീത്തായി പോകും. അപ്പോൾ അതിൽ നമുക്ക് ഒരൊറ്റ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പഴം നിറവ് ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ഫില്ലിങ്സും ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു ഉന്നക്കായ പോലെ ഒരു സംഭവം, ഒരു പോള പോലെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ആ ഒരു പഴം ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ടയും കൂടി പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പാലും. ഇനി നന്നായിട്ട് മിക്സിയിൽ ഇത് ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക. ശേഷം ഒരു സോസ് പാൻ വെക്കുക. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ സാധാരണ എല്ലാ പോളയും ചട്ടിപ്പത്തിരി കാര്യങ്ങളൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത് കുക്കായി വരും കേട്ടോ. അപ്പോൾ മേൽഭാഗം പച്ച ഡ്രൈ ആവാൻ കാത്തിക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു ഫില്ലിങ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കണം.
ഒരു ഫില്ലിങ്സും കൂടി അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അടിഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരും. ഇനി നിങ്ങൾക്ക് മറിച്ചിട്ടിട്ട് നമ്മൾ സാധാരണ പോള ചെയ്യുന്ന പോലെ മറിച്ചിട്ട് വേണമെങ്കിൽ കുക്കാക്കാം. ഞാനിപ്പോൾ അതിന് മേലെ ഫില്ലിംഗ് ഉള്ളതല്ലേ, മറിച്ചിടുന്ന സമയത്ത് അത് മൊത്തം പോയി പോകുമെന്ന് കരുതിയിട്ട് ഞാൻ അത് ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് അടിഭാഗം മാത്രം കുക്കാക്കിയിട്ട് റെഡിയായി വന്നപ്പോൾ അത് അതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിതാ ഒരു ക്യാപ്സിക്കം അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്യാപ്സിക്കം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കുറച്ച് ഉരുളക്കിഴങ്ങും ഉണ്ട്. ബോണ്ട ഉണ്ടാക്കാമെന്ന് കരുതി വാങ്ങി വെച്ചതാണ്, പക്ഷേ ബോണ്ട ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ പിന്നെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പുഴുങ്ങിയിട്ട്. ഇനി അതിലേക്ക് സവാള, കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റിനായിട്ട് ഇതിൽ മസാല ഞാൻ ചിക്കൻ മസാല ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഗരം മസാല ആയാലും ഏതെങ്കിലും ഒരു മീറ്റ് മസാല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മസാല ഒന്നും ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. പിന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഓൾറെഡി ഉപ്പിട്ട് പുഴുങ്ങിയതാണ്, പക്ഷെ എന്നാലും കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർക്കണം. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാൻ പോവാണ് എല്ലാം കൂടി. അപ്പോൾ ഇതാ കണ്ടില്ല, എല്ലാം കൂടി ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ക്യാപ്സിക്കം ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോ വെഡ്ജസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിലെ കുരു മാത്രം കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഒരു മസാല കൂട്ടി വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു ഉന്നക്കായൻ്റെ ഷേപ്പ് പോലെ ആയി വരും കേട്ടോ. അങ്ങനെ ഞാനിതാ എല്ലാ മസാലയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് കോൺഫ്ലോറിലോ മൈദപ്പൊടിയിലോ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൗഡർ ഉണ്ടാക്കിയപ്പം ബാക്കിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനത് അതിൻ്റെ മിക്സിലാണ് മുക്കിയെടുക്കുന്നത്. ഞാൻ ആ ബാക്കിയുള്ള പൗഡർ അതുപോലെ ഫ്രീസറിൽ സൂക്ഷിച്ചതായിരുന്നു. എനിക്ക് ചീത്താവില്ല കേട്ടോ അങ്ങനെ പൗഡറുകളൊന്നും ഫ്രീസറിൽ വെച്ചാൽ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് അത് വെച്ചിട്ടാണ് കോട്ട് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ബജിമാവിൽ മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയുള്ളൂ കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് പൊരിച്ചെടുക്കേണ്ടത്. പിന്നെ ബജിമാവ് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ കടലമാവും മൈദപ്പൊടിയും കടലമാവും അരിപ്പൊടിയും ഉപ്പ് മുളക് പൊടി കായപ്പൊടി ഇത്ര ഐറ്റംസ് മിക്സ് ആക്കിയിട്ട് നല്ല തിക്ക് ബാറ്റർ ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ബജിമാവ് സെറ്റാവും. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് മുക്കി എടുത്തിട്ട് നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് പൊരിച്ചു കോരുക കേട്ടോ. അപ്പം നമ്മൾ മെയിൻ ഫുഡായിട്ടായിട്ട് പുട്ടും ബീഫ് കറിയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പത്തിരി ചുടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് ക്ഷീണമായപ്പം പിന്നെ പത്തിരിമ്പിലേക്ക് നിന്നിട്ടില്ല. പിന്നെ ബീഫ് കറി ഞാൻ കിച്ചണിൽ കയറിയ സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജ്യൂസായിട്ട് ഓറഞ്ച് ജ്യൂസാണ് അടിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതങ്ങനെ നോമ്പൊക്കെ തുറന്നു. പിന്നെ നമ്മൾ ആ ഉണ്ടാക്കിയ 2 ഐറ്റംസും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ചീത്താവാതൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ അടിപൊളി ടേസ്റ്റായിട്ട് ഇത് രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട്. പിന്നെ ഇതാ നമുക്കിന്ന് നോമ്പ് തുറക്കാൻ ഒരു കുഞ്ഞ് അതിഥിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോമ്പ് തുറക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മുറ്റത്ത് മറ്റേ ക്രിസ്മസ് കാരകൾ പാടുന്ന പോലെ പെരുന്നാളാന്ന് പറഞ്ഞപ്പം ഭയങ്കര കൊട്ടിപ്പാട്ടും സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. ശേഷം നമ്മളിതാ പുട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം തറവാട്ടിൽ പോയി. അവിടെ കുറച്ച് സമയം പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ പെരുന്നാൾ തറവാട്ടിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെരുന്നാളിൻ്റെ ഇതായിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഒന്ന് നിന്ന് കേട്ടോ, കുറച്ച് സമയമൊക്കെ സ്പെൻഡാക്കി. ആകാശത്ത് കൊട്ടണ്ടേ ഇത് വാളാണേ.
നമ്മളെ പടക്കം പൊട്ടിക്കലും കാര്യമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വന്ന് പിന്നെ ഞാൻ ആ ഒരു പാത്രം കാര്യങ്ങളൊക്കെ അത് കഴുകാതെ എന്നിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം കേശക്കും റേക്കൊക്കെ മൈലാഞ്ചൊക്കെ ഇട്ട് ഓരോ ഉറങ്ങിട്ടോ. ശേഷം ഞാൻ ഏകദേശം ഒരു മണിയൊക്കെ ആയ സമയത്ത് ഒന്ന് ചെമ്മാട് പോയിട്ടോ. എത്രയൊക്കെ ഷോപ്പ് ചെയ്താലും അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ടാവും. അപ്പോൾ അത് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങിക്കുകയും ചെയ്യാം, പിന്നെ ആ ഒരു വൈബ് കാണുകയും ചെയ്യാം പെരുന്നാക്കല്ലേ എന്നുള്ള ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ, അതൊക്കെയാണ് ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അനിയനെ വീട്ടിലാക്കിയിട്ട് ഞാനും ഹസ്ബൻഡും മാത്രം ഒന്ന് ചെമ്മാട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ കണ്ടോ, 1 മണി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ടൗണൊക്കെ എപ്പോഴും ആക്റ്റീവാണ്, കടകളൊക്കെ തുറന്നെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്നു. അങ്ങനെ ഇതാ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എണീറ്റ് മുറ്റത്തൊക്കെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡാക്കി പിന്നെ കട്ടൻ ചായയൊക്കെ വെച്ചു. നമുക്ക് കുറേ കാലത്തില്ലാത്ത ശീലങ്ങളാണല്ലോ രാവിലത്തെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം അകം ഒക്കെ ഒന്ന് ഒതുക്കിയിടാനുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ അടിക്കലും തുടക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ, ഞാൻ കട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിരിച്ച് അതിൻ്റെ അതേ ഓർഡറിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ നോമ്പിൻ്റെ സമയത്ത് അങ്ങനെ ആക്കിയിട്ടതാണ്. എനിക്കിങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്ന ചെറിയൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. ശേഷം കുട്ടികളൊക്കെ വിളിച്ചുണർത്തിയിട്ടുണ്ട്. അപ്പം നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് സമയം അധികം ഉറങ്ങലുണ്ട്. അപ്പോൾ രാവിലെ പെട്ടെന്ന് നേരത്തെ എണീക്കേണ്ടതായി വന്നപ്പോൾ ഉള്ള മുഖഭാവമാണ് കേട്ടോ ഓരോരുത്തർ ഇത് കാണുന്നത്. പിന്നെ ഞാൻ അവരൊക്കെ ഒന്ന് എണ്ണ തേപ്പിച്ചു കേട്ടോ. അപ്പം പെരുന്നാളിനാണ് പൊതുവേ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ മേലൊക്കെ മൊത്തം എണ്ണ തേച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ മുറ്റത്ത് കളിക്കും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും പെരുന്നാളിൻ്റെ ഓരോ വൈബ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ പെരുന്നാളാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ്. ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രി ഉറങ്ങാത്തതുകൊണ്ടും ഉറക്കമൊക്കെ ഭയങ്കര 1-2 ദിവസമായിട്ട് നോമ്പിൻ്റെ ക്ഷീണവും ഒക്കെ കൂടിയായിട്ട് മുഖം ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു കണ്ണൊക്കെ ഇങ്ങനെ വീർത്തിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ രാവിലെ എണീറ്റത്. അപ്പോൾ ആ ഒരു അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു കോഫി പാക്ക് ഇടാൻ വിചാരിച്ചു. അപ്പോൾ കോഫി പാക്ക് ആകുമ്പോൾ നമ്മൾ മുഖത്തിൻ്റെ ആ ഒരു പഫിനെസ്, അതായത് മുഖം ഇങ്ങനെ കണ്ണിൻ്റെ അവിടെയൊക്കെ ചുറ്റുള്ള ആ ഒരു വീർപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു പാക്ക് ഇടാമെന്ന് വിചാരിച്ചു ഞാൻ. അവരെ എണ്ണ തേച്ചിരിക്കുന്ന ടൈമിൽ എനിക്കതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെമ്മാടൊക്കെ പോയി വന്ന് പിന്നെ എൻ്റെ കൈമേൽ കുറച്ച് കലാപരിപാടികൾ മൈലാഞ്ചിൻ്റെതായിട്ടുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞൊക്കെ ഏകദേശം 2:30-3 മണിൻ്റെ അടുത്തായിട്ടുണ്ട് കിടന്നപ്പോൾ. പിന്നെ രാവിലെ നമുക്ക് നേരത്തെ എണീക്കേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം തീരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മുന്നേ വാങ്ങി വെച്ചിട്ടുള്ളതായിരുന്നു ഈ ഒരു കുഷൻ കവർ കേട്ടോ. അപ്പോൾ അത് പെരുന്നാളാകുമ്പോൾ ഇടാമെന്ന് കരുതി അങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ചാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ ചായയൊക്കെ ഞാൻ നെയ്യപ്പം ചുടാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കി, ഫെയിലായിട്ടോ. പിന്നെ നമ്മൾ ബേക്കറി കൂട്ടി ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ തറവാട്ടിലേക്ക് പോവാം കേട്ടോ. പിന്നെ ഓരോ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ ചില ഫോട്ടോസൊക്കെ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി പിന്നെ ഓരോ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ തെണ്ടാൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കണമെന്ന് വിചാരിച്ചതാണ്. കാരണം എല്ലാവർക്കും എങ്ങനെയാണ്, എനിക്കൊരു ചെറിയ ചമ്മലും കൂടിയാണ് കേട്ടോ ആൾ കൂടുമ്പോൾ എടുക്കാൻ. അപ്പോൾ വീഡിയോ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 2-3 ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഷെയർ ആക്കാം. അങ്ങനെ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. അതുപോലെ തന്നെ അടുത്തത് എന്ത് വീഡിയോ വേണമെന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കിയിടാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ റമദാൻ സീരീസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ടൈപ്പ് വീഡിയോസൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻ്റ് ആക്കിയിടാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.